രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ചെന്നിത്തലയെ വി.ഡി. സതീശൻ വസതിയിലെത്തി കണ്ടു. UDF യോഗത്തിൽ അപമാനിച്ചെന്ന പരാതിയുടെ പശ്ചാത്തലത്തിലായിരുന്നു നീക്കം. ചെന്നിത്തലയുമായി ഒരു പ്രശ്നവുമില്ലെന്നും തമ്മിൽ സഹോദര ബന്ധമാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം എൻ്റെ വിരുന്ന് ബഹിഷ്കരിച്ചെന്നാണ് വാർത്തയിൽ കണ്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നു. ഞങ്ങളൊക്കെ തമ്മിലുള്ളത് സഹോദര ബന്ധമാണ്, ഹൃദയബന്ധമാണുള്ളത്. KPCC യോഗം തീരുമാനിച്ചിരിക്കുന്നത് ഒരു അഭിപ്രായ വ്യത്യാസവും തമ്മിൽ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. റോഷിപാൽ, കഴിഞ്ഞ ദിവസം സംസാരിക്കാൻ സമയം കൊടുത്തില്ല എന്ന് പറഞ്ഞ് പിണങ്ങിപ്പോയതാണ് രമേശ് ചെന്നിത്തല. വിരുന്നിനും പോയില്ല. രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് ചെന്ന് പ്രഭാത ഭക്ഷണത്തിനൊപ്പം അനുനയ നീക്കവും കൃത്യമായി നടത്താൻ കഴിഞ്ഞുവെന്നാണോ വി.ഡി. സതീശൻ അവകാശപ്പെടുന്നത്? സുജയ്, ഇന്ന് രാവിലെയാണ് വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തലയുടെ വഴുതക്കാട്ട് വീട്ടിലെത്തിയത്. കഴിഞ്ഞ ദിവസം ചേർന്ന UDF യോഗവും അതിന് തുടർന്നുണ്ടായ അത്താഴ വിരുന്നിലും രമേശ് ചെന്നിത്തല പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ UDF യോഗത്തിന് പിന്നാലെ തന്നെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വ്യവസ്ഥയെ കണ്ടോൺമെൻറ് ഹൗസിൽ നിന്നും പോയി. അതിൽ കാരണമായി ചൂണ്ടിക്കാണിച്ചത് യോഗത്തിൽ അപമാനിച്ചു എന്നാണ്, യോഗത്തിൽ പ്രസംഗിക്കാൻ അവസരം നൽകിയില്ല എന്നാണ്. പക്ഷേ അത് അപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവുമായി അടുത്ത ബന്ധമുള്ള നേതാക്കൾ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയോട് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ പ്രസംഗിക്കുന്നില്ല എന്ന മറുപടി രമേശ് ചെന്നിത്തല നൽകിയെന്നാണ്. പക്ഷേ ഏതായാലും രമേശ് ചെന്നിത്തല വലിയ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ അതൃപ്തനായി നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനാണ് ഇന്ന് വി.ഡി. സതീശൻ ചെന്നിത്തലയെ കണ്ടതും ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ചതും. പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന രീതിയിലാണ് വി.ഡി. സതീശൻ്റെ പ്രതികരണം. ഏതായാലും KPCC തന്നെ അങ്ങനെ ഒരു നിർദ്ദേശം അവസാനം നടന്ന യോഗത്തിലുണ്ടായിരുന്നു. നേതാക്കൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ഐക്യത്തോടെ തന്നെ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFന് തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ എന്ന മുന്നറിയിപ്പ് അത് KC വേണുഗോപാൽ അടക്കം നൽകിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചാകാം ഒരുപക്ഷെ വി.ഡി. സതീശൻ നേരിട്ട് രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തി അനുനയിപ്പിച്ചത്. അനുനയം ഫലിച്ചോ എന്നറിയാൻ നമുക്ക് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിലേക്കും പോകണം. റോഷിപാൽ.